ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു MS Tech. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പഞ്ഞിമുട്ട ഉണ്ടാക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള മിഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം, നമുക്ക് വീഡിയോ കിടക്കുന്നതിന് ഒരു കാര്യം പറയാണ്ട്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്ന് വേണം, പിന്നെ ഒരു 12 വോൾട്ട് DC മോട്ടർ വേണം, പിന്നെ ഒരു 40 mm ഈ മോട്ടറിനെ നടുക്ക് വെക്കണം, അതായത് ആ ടീയുടെ ഒരു നടുക്കായിട്ട് ഈ മോട്ടറെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരു 40 mm ഒരു ക്യാപ്പ് വേണം, പിന്നെ കുറച്ച് പൈപ്പ് വേണം 40 mm. നമുക്ക് ഈ 40 mm പൈപ്പിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് മോട്ടറിൻ്റെ ആ ഒരു സൈസ്, അതായത് നമ്മുടെ മോട്ടർ ഒന്ന് അതിലിരിക്കാൻ വേണ്ടി നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എടുക്കുന്നത് സോൾഡറിങ് അയനാണ്. അപ്പോൾ നമുക്ക് സോൾഡറിങ് അയൻ വെച്ച് ഹോൾ ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സോൾഡറിങ് വെച്ച് ഹോൾ ഇട്ട് നമുക്ക് കത്തിരി വെച്ച് അതിനൊരു വലിയൊരു ഹോളാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് അങ്ങനെ PVC പൈപ്പിലെ മോട്ടറിനെ വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് പൈപ്പ് വേണം. നമ്മൾ നേരത്തെ എടുത്ത പൈപ്പിൻ്റെ ചെറിയൊരു പീസ് വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ആ ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചെടുക്കാം.
അപ്പം നമുക്കിതിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പം നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബക്കറ്റിലേക്ക് വെച്ചൊക്കെ ഉള്ള പരിപാടി. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോട്ടറിനെ നമ്മുടെ തീയുടെ പകുതി പീസിലേക്ക് വെച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ആ മോട്ടർ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ നമ്മളുടെ മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊടുത്തൊരു നട്ടിന് ഹോളിട്ട് എടുത്തിരിക്കുകയാണ്. നെട്ടും ബോൾട്ടിനും ഒരു ഹോളിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മോട്ടറിലേക്ക് ആ ഒരു നട്ടിനെ ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മിൽക്ക് മെയ്ഡ് ബോട്ടിലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ബോട്ടിൻ്റെ പകുതി മതി നമുക്കപ്പോൾ. നമുക്ക് മുഴുവനായിട്ട് വേണ്ട, നമ്മുടെ പകുതി മതി. അപ്പോൾ നമ്മളിപ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആർച്ചോപ്ലേറ്റിട്ട് അതിനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ പെയിൻ്റ് ഒന്ന് ഇളക്കണം. അപ്പോൾ ഞാനിപ്പോൾ സാൻഡ് പേപ്പർ ഇട്ടാണ് ഉരയ്ക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ പെയിൻ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പഞ്ഞിമുട്ടയെ വരാൻ വേണ്ടിയിട്ട് ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ ഒരിക്കലും പുറത്തുനിന്ന് ഹോൾ ഇടരുത്, നമ്മൾ ഇടുമ്പോൾ അകത്തുനിന്ന് തന്നെ ഹോൾ ഇടണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മോട്ടറിൻ്റെ ആ ഒരു ഞട്ട് കയറാൻ കണക്കിനായിട്ട് ഒരു ഹോൾ ഇടണം. അപ്പം അതിനാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ആണി വെച്ചാണ് ഹോൾ ഇടുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഹോൾ ഇടാൻ വേണ്ടി എടുക്കുന്ന ഒരു ആണിയാണ്. ആണി വെച്ചാണ് ഞാനിപ്പോൾ ഹോൾ ഇടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കത്തിരി വെച്ചൊരു വലിയൊരു ഹോളാക്കി എടുക്കണം. അതൊരു ഞട്ടിൻ്റെ അളവിനായിട്ട് ഒരു വലിയൊരു ഹോളാക്കി എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നട്ടിനെ നമുക്കിതിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നെറ്റിനായിട്ട് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇപ്പോൾ വയർ കണക്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ ബാറ്ററി ആയിട്ട് എടുക്കുന്നത് 12.7 ആംപിയറുടെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ ചെക്ക് ചെയ്യാൻ നോക്കാം കറങ്ങണോ ഇല്ലേന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നേരം നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി പഞ്ഞിമുട്ട ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലേക്ക് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര ലായനി ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയുടെ നമ്മുടെ പഞ്ഞിമുട്ട റെഡി ആവുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.